പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിൻ്റെ പിറ്റേ ദിവസം നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ഭാര്യയും മകളും മകളുടെ ഭർത്താവും കൂടി കൂടിയിട്ട് വിദേശ പര്യടനത്തിന് പോയത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. സർക്കാരിൻ്റെ ചിലവിലല്ല, സ്വന്തം ചിലവിലായിരുന്നു. എന്നാലും ഇന്തോനേഷ്യ, സിംഗപ്പൂർ, അതുപോലെ ദുബായ് മുതലായ സ്ഥലങ്ങളിലേക്കാണ് അവർ പോയത്. കാരണം ഒരു വെക്കേഷനാണല്ലോ, വേനലവധിയാണ്, വീണയുടെ കുട്ടിക്ക് സ്കൂളില്ല. അപ്പോൾ എല്ലാവരും കൂടി ഒന്ന് ഉല്ലസിക്കണം എന്ന് തോന്നി അവർ പോയി. ഇതിവിടെ കുറേ ആളുകൾ വലിയ ഒരു വിമർശന വിഷയമാക്കുകയും നാട് കത്തിയരിയുന്ന സമയത്ത്, സർക്കാർ വലിയ സാമ്പത്തിക പ്രതിസന്ധി അനുഭവിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ രാജ്യത്തെമ്പാടും ഫാസിസത്തിനെതിരായിട്ടുള്ള സമരം രൂക്ഷമായി നടക്കുന്ന സമയത്ത് കേരളത്തിലെ മഹാനായ മുഖ്യമന്ത്രി കയ്യൂരിൻ്റെയും കരിവള്ളൂരിൻ്റെയും പുന്നപ്പുറയുടെയും വയലാറിൻ്റെയും ഒക്കെ വീരപാരമ്പര്യം പേറുന്ന ഒരു നേതാവ് ഇവിടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് നിൽക്കാതെ കുടുംബസഹിതം ഉല്ലസിക്കാൻ പോയത് ശരിയായില്ല എന്നൊരു അഭിപ്രായം വന്നു. ഏതായാലും വോട്ടെണ്ണി കഴിഞ്ഞപ്പോൾ നമ്മളൊക്കെ വിചാരിച്ച പോലെ തന്നെ 19 സീറ്റിലും LDF തോറ്റു. അഥവാ 18 സീറ്റിൽ UDF, ഒരു സീറ്റിൽ BJP ജയിച്ചു. പാർട്ടി ഗ്രാമങ്ങളിൽ വരെ വോട്ടിൽ വലിയ ചോർച്ചയുണ്ടായി. ചോർന്ന വോട്ട് കോൺഗ്രസിലേക്കല്ല പോയത്, മുസ്ലിം ലീഗിലേക്കും അല്ല പോയത്, വലിയ തോതിൽ പോയത് BJPയിലേക്കാണ്. അപ്പോൾ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്നുള്ളതിനെക്കുറിച്ച് പല തിയറികളും വന്നു. എല്ലാവരും ചെന്നെത്തിയ ഒരു കാര്യം ഭരണപരാജയമാണ്. രണ്ടാം പിണറായി സർക്കാർ വമ്പൻ പരാജയമാണ്. മന്ത്രിമാരാരും തന്നെ കഴിവുള്ളവരല്ല. ഒന്നാം പിണറായി സർക്കാരിൽ കഴിവുണ്ടായിരുന്ന ആളുകളെ എല്ലാവരും തന്നെ ഒഴിവാക്കി. ഈ അന്തവും കുന്തവും ഇല്ലാത്ത ആളുകളെ പിടിച്ച് മന്ത്രിമാരാക്കി. അതിലേറ്റവും പ്രധാനപ്പെട്ട ആളെന്ന് പറയുന്നത് മുഖ്യമന്ത്രിയുടെ മരുമകനായ സഖാവ് മുഹമ്മദ് റിയാസാണ്. അദ്ദേഹത്തെ ഭാവി മുഖ്യമന്ത്രിയായിട്ട് പ്രൊജക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ മുൻ തലമുറക്കാരെ മുഴുവനും വെട്ടി നിരത്തിയത് എന്ന് പോലും ആക്ഷേപമുണ്ടായി. ഏതായാലും സർക്കാർ ഇതിൽ നിന്ന് പാഠം പഠിക്കും, തെറ്റിതിരുത്തും, നിലപാടുകളിൽ മാറ്റം വരുത്തും, അഴിമതി ഇല്ലാതാക്കും, കെടുകാര്യസ്ഥത ഒട്ടും ഉണ്ടാവില്ല, മന്ത്രിമാരുടെ ധൂർത്തും ആർഭാടവും ഒക്കെ കുറയ്ക്കും, അല്ലെങ്കിൽ ഒട്ടും ഇല്ലാതാവും എന്നൊക്കെ നമ്മൾ വിചാരിച്ചെങ്കിലും കാര്യങ്ങളൊക്കെ ഏതാണ്ട് പഴയ രീതിയിൽ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഭാവി മുഖ്യമന്ത്രിയായിട്ട് വാഴ്ത്തപ്പെടുന്ന സഖാവ് മുഹമ്മദ് റിയാസ്, അദ്ദേഹം ടൂറിസം വകുപ്പ് മന്ത്രിയാണ്. ആ ടൂറിസം ഡയറക്ടറെയും അതുപോലെ ടൂറിസം വകുപ്പ് സെക്രട്ടറിയുടെയും കൂടെ വീണ്ടും ഉല്ലാസയാത്രയ്ക്ക് പുറപ്പെടുകയാണ്. വേൾഡ് ട്രേഡ് ഫെയർ എന്ന് പറഞ്ഞ ഒരു വലിയ മാമാങ്കം ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും വെച്ച് നടക്കുന്നുണ്ട്. അതിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ 3 അംഗ സംഘം പോകുന്നത്. റിയാസ് ഒറ്റയ്ക്കാണ് പോകുന്നത്, അതോ മുഖ്യമന്ത്രിയുടെ മകളും കൂടെ ഉണ്ടാവുമോ എന്ന് നമുക്കറിയില്ല. സാധാരണഗതിയിൽ ഉണ്ടാകാനാണ് സാധ്യത. അപ്പോൾ ഈ ട്രേഡ് ഫെയർ നടക്കുന്നത് പ്രധാനമായിട്ട് 6 രാജ്യങ്ങളിൽ വെച്ചിട്ടാണ്. ഒന്ന് തായ്ലൻഡാണ്, മറ്റത് സിംഗപ്പൂരാണ്, മൂന്നാമത്തത് ജർമ്മനിയാണ്, നാലാമത്തത് സ്പെയിനാണ്, അഞ്ചാമത്തത് ബ്രിട്ടനാണ്, ആറാമത്തത് സഖാക്കളുടെ പിതൃഭൂമിയായിരുന്ന റഷ്യയാണ്. അപ്പോൾ 6 രാജ്യങ്ങളിൽ വെച്ച് ഒറ്റയടിക്കല്ല നടക്കുന്നത്, ഇടവിട്ടാണ്. അപ്പോൾ ആദ്യം ഇവിടെ നിന്ന് ഇദ്ദേഹം കോഴിക്കോട്ട് നിന്ന് കൊച്ചിയിൽ നിന്ന് വിമാനം കയറി നേരെ തായ്ലൻഡിലേക്ക് പോവുകയും ചെയ്തു. ബാങ്കോക്കിൽ നടക്കുന്ന സമ്മേളനത്തിൽ 2-3 ദിവസം പങ്കെടുത്ത് ഈ പരിവാരങ്ങൾ മൊത്തം അദ്ദേഹം തിരിച്ച് കൊച്ചിക്ക് വരും. അവിടെ നിന്ന് തിരുവനന്തപുരത്തേക്ക് പോകും, സർക്കാർ ഫയലുകളൊക്കെ ഒപ്പിടും, അത്യാവശ്യം ദർശനം കൊടുക്കേണ്ട ആളുകൾക്കൊക്കെ ദർശനം കൊടുക്കും. ആരെങ്കിലും എന്തെങ്കിലും തിരുമുൽ കാഴ്ച കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അത് വാങ്ങിക്കാതിരിക്കുകയോ ചെയ്യും. PSCയിലേക്ക് വല്ല അപ്പോയിൻമെൻറ്റ് നടത്താനുണ്ടെങ്കിൽ ആ കാര്യങ്ങൾ അമ്മോശനോട് പറയും. അവിടെ വല്ലതും ശരിയാക്കാനുണ്ടെങ്കിൽ അത് ശരിയാക്കും. അത് കഴിഞ്ഞ് അടുത്ത വിമാനത്തിൽ സിംഗപ്പൂർക്ക് പോകും. സിംഗപ്പൂർ കഴിഞ്ഞുകൂടെ പോകാൻ പറ്റാതിരുന്ന ഒരു സ്ഥലമാണ്. സിംഗപ്പൂർ പോയി അവിടെയൊക്കെ കറങ്ങിയടിച്ച് വേൾഡ് ട്രേഡ് ഫെയറിൽ പങ്കെടുത്ത് എല്ലാവരെയും കൈവീശി കാണിച്ച് അവിടെ നിന്ന് തിരിച്ച് കൊച്ചിയിലേക്ക് വരും. അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞ് പിന്നെ എവിടേക്ക് പോകും? അത് കഴിഞ്ഞ് ബ്രിട്ടനിലേക്ക് പോകും. അവിടെ നിന്ന് തിരിച്ചിവിടെ വന്നതിന് ശേഷം പിന്നെയും സ്പെയിനിലേക്ക് പോകും, പിന്നെ ജർമ്മനിക്ക് പോകും. സ്പെയിനിൽ നിന്ന് നേരെ ജർമ്മനിക്കല്ല, തിരിച്ച് കോഴിക്കോട്ട് വന്ന് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി ശരിയാക്കി KSRTC ബസ് സ്റ്റാൻഡൊക്കെ ശരിക്കും പ്രവർത്തിക്കുന്നുണ്ടോ, അവിടെ വാടക കൊടുത്ത കെട്ടിടങ്ങളുടെയൊക്കെ വാടക കൃത്യമായിട്ട് കിട്ടുന്നുണ്ടോ, ആർക്കെങ്കിലും എന്തെങ്കിലും ഇളവ് ചെയ്ത് കൊടുക്കാനുണ്ടോ എന്നൊക്കെ പരിശോധിച്ച് ബോധ്യപ്പെട്ട് കുഴപ്പമൊന്നുമില്ല എന്ന് ഉറപ്പാക്കിയതിന് ശേഷം പിന്നെ ജർമ്മനിക്ക് പോകും. ജർമ്മനിയിൽ ഇതേ കലാപരിപാടിയൊക്കെ ചെയ്തിട്ട് തിരിച്ച് വീണ്ടും കോഴിക്കോട്ട് വരും, പിന്നെ തിരുവനന്തപുരത്ത് പോകും, പിന്നെ കൊച്ചിയിൽ വരും, പിന്നെ മോസ്കോയിലേക്ക് പോകും. മോസ്കോയിലും പീറ്റേഴ്സ്ബർഗിലൊക്കെ ഒന്ന് കറങ്ങിയടിച്ച് തിരിച്ച് നാട്ടിലേക്ക് വരും. അപ്പോഴത്തേക്കും മാസം എത്രയാവും? അപ്പോഴത്തേക്കും മാർച്ച് മാസവും. അങ്ങനെ ഓഗസ്റ്റിൽ തുടങ്ങി മാർച്ചിൽ അവസാനിക്കുന്ന ഒരു കലാപരിപാടിയാണ് ബഹുമാനപ്പെട്ട മന്ത്രി മരുമകൻ മുന്നോട്ട് വയ്ക്കുന്നത്. സർക്കാർ ഖജനാവിൽ നിന്ന് വെറും 5,14,00,000 രൂപയെ ചിലവുള്ളൂ. മനസ്സിലായില്ലേ?
വെറും 5,14,00,000 അനുവദിച്ചിട്ടുള്ളത്. ഇനി വേറെ വല്ലതും വേണ്ടി വരണമെങ്കിൽ പിന്നീട് അനുവദിക്കും. അതിന് തകരാറൊന്നുമില്ല. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ജിയോ ഇറങ്ങിയിട്ടുണ്ട്. ജിയോ ഞാൻ കണ്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് പറയുന്നത്, അല്ലാണ്ട് എനിക്ക് അസൂയുണ്ടായിട്ട് പറഞ്ഞതല്ല. ഈ രാജ്യങ്ങളിലൊക്കെ അല്ലെങ്കിലും ഇതിൻ്റെ അടുത്തൊക്കെ ഞാനും പോയിട്ടുള്ള ആളാണ്. പക്ഷേ ഒരു ചെറിയ വ്യത്യാസമുണ്ട്. ഖജനാവിൽ നിന്ന് കാശെടുത്തല്ല പോയത്, അതേ വ്യത്യാസം. അതെന്തുമാട്ടെ, ഓരോരുത്തരുടെ ഭാഗ്യം, നമ്മളിപ്പോൾ അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. ഏതായാലും അദ്ദേഹത്തിനും അനുചരന്മാർക്കും എല്ലാ മംഗളാശംസകളും നേരുന്നു. അവരുടെ യാത്ര വിജയമാകട്ടെ. ഈ യാത്രയുടെ ഫലമായിട്ട് സിംഗപ്പൂരിൽ നിന്നും അതുപോലെ തായ്ലൻഡിൽ നിന്നും സ്പെയിനിൽ നിന്നും ജർമ്മനിയിൽ നിന്നും ബ്രിട്ടനിൽ നിന്നും റഷ്യയിൽ നിന്നൊക്കെ ധാരാളം ടൂറിസ്റ്റുകൾ കേരളത്തിലേക്ക് വരട്ടെ. വിദേശ നാണ്യം കൊണ്ട് നമ്മുടെ ഖജനാവും നിറയട്ടെ. പാവം ബാലഗോപാൽ വിഷം മേടിക്കാൻ കാശില്ലാതെ വിഷമിച്ചിരിക്കുകയാണ്. മറിയക്കുട്ടിയുടെ മുടങ്ങിക്കിടക്കുന്ന പെൻഷൻ വേഗം കൊടുക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് എളിയ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. വിപ്ലവാഭിവാദ്യങ്ങൾ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.